ജാസ്മിൻ എന്ന മത്സരാർത്ഥിക്ക് ഇന്ന് മോഹൻലാൽ വരുമ്പോൾ കൊടുക്കുന്ന ഹിൻസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ ജാസ്മിൻ മനസ്സിലാക്കിയാൽ ജാസ്മിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ജാസ്മിന് പുറത്ത് നെഗറ്റീവായത് കൂടുതലും ജാസ്മിൻ ഗബ്രി കോമ്പിനേഷനിലാണ്. ആ കോമ്പിനേഷനിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഗബ്രി ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണെന്നുമൊക്കെ ഒരു തവണ വീഡിയോ സഹിതം ബിഗ് ബോസ് കാണിച്ചു കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും ജാസ്മിൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഈ വീക്കെൻഡിൽ ജാസ്മിനോട് ഗബ്രി പറഞ്ഞ കള്ളത്തരങ്ങളും അത് വെള്ളപൂശി വളച്ചൊടിക്കുന്ന ദൃശ്യവും കാണിച്ചാൽ ജാസ്മിന് ഗബ്രിയോടുള്ള കലിപ്പ് കൂടും. അത് മാത്രമല്ല അതിലെ മെച്ചം വേറെയും കുറച്ച് ഗുണങ്ങളുണ്ട്. ഗബ്രി പുറത്തായി കഴിയുമ്പോൾ ജാസ്മിനെതിരെ കള്ളം പറഞ്ഞ് ഗെയിം കളിച്ചുകൊണ്ടാണ് ഗബ്രി പുറത്തായെന്ന് പേര് വരാൻ സാധ്യതയുണ്ട്. അത് റസ്മിന്റെ കയ്യിലാണ് ആ ഗെയിം. അത്തരത്തിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയാൽ ജാസ്മിനോട് ഗെയിം കളിക്കാൻ പലരും ഭയക്കും. പക്ഷെ ആരും ഗെയിം കളിക്കാതെ നിന്നാൽ എതിരെ നിൽക്കുന്നവർക്ക് പേടി വന്നാൽ പണി കിട്ടാൻ പോകുന്നത് ജാസ്മിൻ ആയിരിക്കും. ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴുള്ള അധികാരമൊക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഭീകരമായ കളികൾ തന്നെയായിരിക്കും ഇനിയും കാണാൻ പോകുന്നത്. ഇപ്പോൾ ആകെ കൂടെയുള്ള 15% വോട്ടിങ്ങും ഇല്ലാതാക്കാനുള്ള കളിയായിരിക്കും അത്. ജാസ്മിൻ എത്ര നെഗറ്റീവ് അടിച്ചാലും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ ശക്തരായിട്ടുള്ള ആളുകളുടെ നോമിനേഷനിൽ വന്നാൽ മാത്രമേ ജാസ്മിൻ പുറത്താവുകയുള്ളൂ. അത്തരം ഒരു അവസരം ഉണ്ടാക്കാൻ ബിഗ് ബോസ് സമ്മതിക്കത്തുമില്ല. ജാസ്മിൻ വിചാരിക്കുന്നത് ബിഗ് ബോസ് കാണിക്കുന്ന വീഡിയോകളും തരുന്ന പ്രോത്സാഹനവും ജാസ്മിന്റെ ഗെയിം നന്നാക്കാനാണെന്നാണ്. ബിഗ് ബോസിന്റെ ടെക്നിക്കൽ ടീം സീസൺ 6 വേണ്ടി ഒരു സ്റ്റോറി ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഗെയിം കൊണ്ടുപോകാനും TRP കൂട്ടാനും വേണ്ടി മാത്രമായിരിക്കും അവർ മത്സരാർത്ഥികളെ സഹായിക്കുന്നത്. എന്നാലും എല്ലാ ആഴ്ചയിലും ജാസ്മിന് പണി കൊടുത്ത് ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴും എല്ലാം സഹിച്ചു നിൽക്കുന്ന ജാസ്മിനെ സമ്മതിക്കണം. ഗബ്രി പുറത്താവുമ്പോഴെങ്കിലും ശ്രദ്ധിച്ചു കളിച്ചാൽ ജാസ്മിന് കൊള്ളാം.